The word of God demands a wrestling. ഈ വചനത്തോടുള്ള നമ്മുടെ ഒരു കൺഫ്രണ്ടേഷനിലും ഈ വചനത്തോടുള്ള ഒരു എൻഗേജ്മെന്റിലും വചനത്തോടുള്ള റെസ്ലിംഗിലുമാണ് ഇത്രയൊക്കെ സൗന്ദര്യം വചനത്തിനുണ്ടോ എന്ന് നാം അറിയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒത്തുവാക്യങ്ങളുടെ സഹായത്തോടെ 3 പോയിന്റ് ഇന്റർനെറ്റിൽ നിന്ന് അടിച്ചു മാറ്റി പറയുന്നതല്ല വചനം. അതല്ല കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവമായി നമുക്ക് വചനത്തെ സമീപിക്കാം. നമ്മുടെ എല്ലാ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും വചനം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന്, അത് ഒരു വെല്ലുവിളിയായി നമുക്കത് സ്വീകരിക്കാം. വചനം തീർച്ചയായും നമ്മൾ ഇപ്പോൾ കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും ഗൗരവവും അർഹിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതും ഇന്ന് തുടരുന്നതുമായ ഒരു ധ്യാന വിഷയം ദൈവഹിതം എന്ന വാക്കാണ്. ഇത് ഉപയോഗിക്കാത്തവരോ ഇത് പറയാത്തവരോ കേൾക്കാത്തവരോ ആരും ഇവിടെയില്ല. എന്നാൽ ഇന്നലെ ചില ഉദാഹരണങ്ങളിലൂടെയും ജോസഫിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവത്തിന്റെ വെളിച്ചത്തിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കാര്യം, ദൈവഹിതം എന്ന ആശയം, എന്ന വാക്ക്, എന്ന വിചാരം എത്രത്തോളം സൂക്ഷ്മതയും ജാഗ്രതയും നീതിബോധവും അർഹിക്കുന്നുവെന്നും അത് ഉപയോഗിക്കുമ്പോൾ ദൈവനീതിക്കും ദൈവസ്നേഹത്തിനും ചേരുന്നതാണോ എന്ന് പല തവണ ആലോചിക്കണമെന്നുമാണ് നമ്മൾ ചുരുക്കത്തിൽ ഇന്നലെ പറഞ്ഞു വെച്ചത്. അതായത് നമ്മൾ ഒരു സംഭവത്തെ, ഒരു അനുഭവത്തെ ദൈവഹിതം എന്ന് പറയുന്നതിനു മുൻപ് ആ അനുഭവം അല്ലെങ്കിൽ ആ സംഭവം ദൈവത്തിൻ്റെ നീതിയോട് ചേർന്ന് നിൽക്കുന്നതാണോ, അത് ദൈവത്തിൻ്റെ ഉണ്മയോടും ദൈവത്തിൻ്റെ സ്വഭാവത്തോടും ദൈവത്തിൻ്റെ സ്നേഹത്തോടും ചേർന്ന് നിൽക്കുന്നതാണോ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവഹിതം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഉള്ളടക്കം ദൈവനീതിയെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും പ്രകാശിപ്പിക്കുന്നതായിരിക്കണം. 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ, ഒരു കാര്യം, ഒരനുഭവം, ഒരു സംഭവം ദൈവഹിതമാണോ അല്ലയോ എന്ന് പറയുന്നതിന്, തീരുമാനിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായി പറഞ്ഞത്. 1, നമ്മൾ ദൈവഹിതം എന്ന് ഉപയോഗിക്കുന്നത് എൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനാണോ? 2, ദൈവഹിതം എന്നത് ദൈവം നമുക്ക് നൽകിയ നന്മതിന്മകളെ വിവേചിക്കാനുള്ള ശക്തി, അത് ശരിയായി ഉപയോഗിച്ചിട്ടുള്ളതാണോ ആ അനുഭവം? 3, ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ദൈവഹിതം എന്ന് പറയുന്നതിനു മുൻപ് ആ സംഭവത്തിന് കാരണമായ പ്രവൃത്തി ദൈവത്തിൻ്റെ ന്യായവിധി ക്ഷണിച്ചു വരുത്തുന്നതാണോ? ഇതൊക്കെ ഇന്നലെ പറഞ്ഞതായതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്, വിശദീകരിക്കാത്തത്. 4, ഒരനുഭവത്തെയോ ഒരു സംഭവത്തെയോ ദൈവഹിതമായിരിക്കും എന്ന് പറയുന്നതിന് മുൻപ് അതിൻ്റെ, ആ സംഭവത്തിൻ്റെ ഇരകളുടെ പക്ഷത്തു നിന്ന് ആലോചിച്ചിട്ട് വേണം അതിനെ ദൈവഹിതമാണോ അല്ലയോ എന്ന് പറയാൻ. 5, ഒരു പ്രവൃത്തിയെ നാം ദൈവഹിതമായിരിക്കും എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നതാണോ? ഇത്രയും സൂചനകളുടെ, മിനിമം ഇത്രയും സൂചനകളുടെ എങ്കിലും വെളിച്ചത്തിലായിരിക്കണം
ദൈവഹിതം എന്ന വാക്ക് നാം ഉപയോഗിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ജോസഫ് 3 പ്രാവശ്യം പറയുന്നുണ്ട്, ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. യോസഫിന്റെ ഈ ഒരു പ്രസ്താവന, ഈ ഒരു പരാമർശം ജോസഫിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെയും ജോസഫ് നടന്നു തീർത്ത കനൽ വഴികളുടെയും വെളിച്ചത്തിൽ ആലോചിക്കുമ്പോൾ എന്നെ ഇവിടെ ദൈവം അയച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ ജോസഫിന്റെ കുടുംബം ഒരു ഡിസ്ഫങ്ഷണൽ കുടുംബമായിരുന്നു. ഒട്ടും പൊരുത്തമില്ലാത്ത, പൊരുത്തക്കേടുകളുടെ ഒരു കൂടാരമായിരുന്നു ജോസഫിന്റെ വീട്. സ്നേഹത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ധനത്തിനു വേണ്ടിയുമുള്ള വടംവലി, സഹോദരനെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നടക്കുന്നു. അപ്പോൾ സഹോദരങ്ങൾ ചേർന്ന് അവരിൽ ഒരാളായിരുന്ന ജോസഫിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പിന്നീട് അത് കിണറ്റിലിടാനുള്ള തീരുമാനമാകുന്നു. അവസാനം അത് മിസ്രയീമിൽ ജോസഫിനെ വിൽക്കുന്നതിലേക്കെത്തി. അപ്പോൾ ഇവിടെ നടക്കുന്നത് വയലൻസ് ആണ്. സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നതായാലും അവനെ മറ്റുള്ളവർക്ക് വിൽക്കുന്നതായാലും, അവിടെ 20 വെള്ളിക്കാശിന് വിൽക്കുന്നു എന്നാ പറയുന്നത്, വിൽക്കുന്നതായാലും കൊല്ലുന്നതായാലും സഹോദരനെ വിൽക്കുന്നതായാലും അത് വയലൻസ് ആണ്. വയലൻസ് എന്തിൻ്റെ പേരിലായാലും അത് ദൈവഹിതം ആകുമോ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ചതിയും അക്രമവും കാലുവാരലും കൊലപാതകവും സഹോദര നിന്ദയും എന്നിവയൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ ചെയ്യുന്നവരെ കൂട്ടുപിടിച്ച് ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കാൻ തക്കവണ്ണം ദൈവം ശക്തിയില്ലാത്തവനാണോ? ചതിയും സഹോദര നിന്ദയും അക്രമവും കാലുവാരലും അല്ലാതെ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിനുള്ള തൻ്റെ ഇഷ്ടം, പദ്ധതി നടപ്പിലാക്കാൻ ദൈവത്തിന് സാധിക്കത്തില്ലേ? ദൈവം തൻ്റെ സ്വഭാവത്തിന് ചേരാത്ത പ്രവൃത്തികളിലൂടെയാണോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവം നടപ്പിലാക്കുന്നത്? സഹോദരന്മാർ ചെയ്തത് ദൈവഹിതമല്ല, അവർ ജോസഫിനെ കുറിച്ചുള്ള ദൈവഹിതത്തിന് എതിര് നിൽക്കുകയായിരുന്നു. അത് അവരുടെ പ്രസ്താവനയിൽ തന്നെ ഉണ്ട്. 37-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, we will see that what will become of his dreams. അവന്റെ സ്വപ്നത്തിന് എന്തു വരും എന്ന് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇത്രയും സംക്ഷിപ്തമായി പറഞ്ഞതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകും. ഇന്ന് മനോരമയിൽ ഇന്നലെ പ്രസംഗിച്ചതിനെക്കുറിച്ച് ഒരു സംക്ഷിപ്തം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്കിലും അതും ദൈവഹിതമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ അങ്ങ് ആശിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ പത്രത്തിൽ വന്നതല്ല ഞാൻ ഈ പറഞ്ഞത്. അതിനാണ് ഇത് ഇത്രയും കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ സംഭവങ്ങളുടെ തുടർച്ചയിൽ നമുക്ക് വീണ്ടും അത്രയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വേദഭാഗം ഒന്നുകൂടെ വായിച്ച് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.
ഇന്നലെ വായിച്ച ഭാഗമാണ്, അതേ ഭാഗമാണ് നമ്മൾ ഇന്ന് വീണ്ടും ധ്യാനിക്കുന്നത്. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയേമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട്, ആ വാക്ക് അടിവരയിടണം, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകും. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ നിന്റെ വചനത്തിൻ്റെ അത്ഭുതം കാണുവാൻ, നിന്റെ വചനത്തിൻ്റെ സൗന്ദര്യം അറിയുവാൻ, നിന്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ ഉള്ളറകളിലേക്കും അതിൻ്റെ സങ്കീർണതകളിലേക്കും ദൈവകൃപയിൽ ശരണപ്പെട്ട് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യ പദവിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 7 ദശാബ്ദക്കാലം നിന്റെ വചനം പ്രഘോഷിച്ച ഈ പുണ്യഭൂമിയിൽ, ഈ തലമുറയിൽ ഞങ്ങൾക്ക് ഈ കൺവെൻഷന്റെ ഭാഗമാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ വചനം എത്രയെത്ര സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. സൗഖ്യത്തിൻ്റെ രൂപത്തിലും ദിശാബോധത്തിൻ്റെ രൂപത്തിലും സമാധാനത്തിൻ്റെ രൂപത്തിലുമൊക്കെ നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ വൻ ക്രിയകളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ആ ഓർമ്മയിൽ ഞങ്ങൾ വീണ്ടും തിരുവചനം കേൾപ്പാൻ ഒരുങ്ങുമ്പോൾ, പ്രിയ കർത്താവേ, നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് പരിവർത്തിക്കണമേ. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ, നിന്റെ സ്നേഹത്തിന് ചേരുന്ന വിധത്തിൽ നിന്റെ ഹിതം തിരിച്ചറിയുവാൻ, നിന്റെ നീതിയോട് അനുരൂപപ്പെടുന്ന വിധത്തിൽ ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട തിരുമേനിക്കായും തിരുമേനിയോട് ചേർന്ന വിവിധ നിലകളിൽ ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനവും പരിശ്രമങ്ങളും ഒന്നും പാഴായി പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവം ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ഇരിക്കട്ടെ. വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഇന്നലെ നമ്മൾ മനുവസ് പിള്ളയുടെ പുസ്തകത്തിലെ ഒരു കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ഇന്ന് ആമുഖമായി ഒരു ചെറുകഥ പറയാം. വിനു ഏബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ന്യായങ്ങൾ എന്നാണ് ആ കഥയുടെ പേര്. വളരെ ലളിതമായ, കേവലം 3 പേജുള്ള ഒരു ചെറുകഥ, ഒരു കൊച്ചു കഥ. ഇത് ഒരു മലഞ്ചരിവിലുള്ള കുറച്ച് മരങ്ങളെ കുറിച്ചാണ്. ഒരു ദിവസം വസന്തം വന്നു. ആ മലഞ്ചരിവിലുള്ള എല്ലാ മരങ്ങളും പൂത്തു, നിറയെ പുഷ്പങ്ങൾ, ഒരു മരം ഒഴിച്ച്. അപ്പോൾ ഈ കാറ്റിലിങ്ങനെ പൂക്കളുള്ള ഈ മരങ്ങൾ അതിൻ്റെ ശിഖരങ്ങൾ കുലുക്കി വല്ലാതെ സന്തോഷിക്കുമ്പോൾ, പൂക്കാലം വിരുന്നു വരാത്ത ഈ ഒറ്റ മരം, അതിന് ഈ മറ്റു മരങ്ങൾ തന്നെ കളിയാക്കുന്നത് പോലെ തോന്നുകയാണ്. വലിയ സങ്കടവും നിരാശയും ഒക്കെയായി വസന്തം വിരുന്നു വരാത്ത, പൂക്കാലം എത്തി നോക്കാത്ത ഈ മരം തലകുനിച്ചു നിൽക്കുന്നു. ഒരു ദിവസം അതുവഴി ഒരു മാലാഖ വന്നു. മാലാഖ എല്ലാ മരങ്ങളോടും കുശലം ചോദിച്ചു.
ഒറ്റമരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അപ്പോൾ ഈ പൂക്കളില്ലാത്ത മരം പറഞ്ഞു, നോക്കിക്കേ, ഈ മലഞ്ചെരുവിലെ എല്ലാ മരങ്ങളും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്, എനിക്ക് മാത്രം പൂക്കളില്ലല്ലോ, എന്നെ മാത്രം വസന്തം സന്ദർശിച്ചില്ലല്ലോ. അപ്പോൾ ഈ മാലാഖ പറയുന്നുണ്ട്, ഇത് സ്വർഗത്തിൻ്റെ നീതിയാണ്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറേ കിളികൾ ഈ മലഞ്ചെരിവിലെത്തി. ഈ കിളികളെല്ലാം സന്ദർശിച്ചത് പൂക്കളുള്ള മരങ്ങളെയാണ്. കിളികൾക്ക് പോലും ഈ ഒറ്റ മരത്തെ വേണ്ട. എടാ, പൂക്കൾക്ക് പോലും എന്നെ വേണ്ടായല്ലോ എന്ന് ഈ ഒറ്റ മരം ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുമ്പോൾ ഓരോ മരങ്ങളിൽ നിന്നായി നിലവിളികൾ ഉയരുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ വന്ന കിളികളെല്ലാം തങ്ങളുടെ കൂർത്ത ചുണ്ടുകൊണ്ട് ഈ ചെറുമരങ്ങളുടെ പട്ട കാർന്നു തിന്നുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വസന്തം സന്ദർശിച്ച ഈ മരങ്ങളെല്ലാം അസ്ഥിപഞ്ജരങ്ങളായി. അവിടെ അസ്ഥിപഞ്ജരമാകാതിരുന്നത് ഒറ്റ മരം മാത്രം. മാലാഖ വീണ്ടും മലഞ്ചെരുവിലെത്തി. ഒറ്റമരത്തെ കണ്ടപ്പോൾ മാലാഖ ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായോ സ്വർഗത്തിന്റെ നീതി? ഇത് കേട്ടതും ഈ ഒറ്റമരം പൊട്ടിക്കരഞ്ഞു. നീ എന്തിനാ കരയുന്നത്? നീ അസ്ഥിപഞ്ജരമായില്ലല്ലോ, ബാക്കിയുള്ളവരല്ലേ അസ്ഥിപഞ്ജരമായത്. അപ്പോൾ ഈ ഒറ്റമരം പറയുകയാ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാനാ? കാറ്റടിക്കുമ്പോൾ ഞങ്ങളുടെ ശിഖരങ്ങൾ കൂട്ടിമുട്ടിച്ച് ഞങ്ങൾ ഉല്ലസിക്കും. നീരോട്ടമുള്ള പ്രദേശങ്ങളിലേക്ക് ഞങ്ങളുടെ വേരുകൾ ഒരുമിച്ച് പായും. കൂടെ ആരുമില്ലാതെ എന്ത് സ്വർഗനീതി! എല്ലാവരും നശിച്ചിട്ട് ഞാൻ മാത്രം ബാക്കിയാവുന്നത് എന്ത് സ്വർഗനീതിയാണ്? മാലാഖ ഒന്ന് പറഞ്ഞു തന്നാലും. മാലാഖയ്ക്ക് ഒന്നും പറയാനില്ല. മാലാഖ പറന്നകന്നു. ആ കഥ അവസാനിപ്പിക്കുന്നത്, ആ ഒറ്റമരം ഇപ്പോഴും മലഞ്ചെരുവിൽ കാത്തു നിൽക്കുകയാണ്, എന്നെങ്കിലും ഒരു മാലാഖ വന്ന് സ്വർഗനീതിയെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം തരുമെന്ന്. ജോസഫിന്റെ കഥയിൽ ഒന്നാം ഭാഗത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ കാണുന്നത് സഹോദരന്മാരുടെ വയലൻസ് ആണ്. അപ്പോൾ ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതിക്ക് തടസ്സമായി നിന്നത് സഹോദരന്മാരുടെ അസൂയയും പകയുമാണ്, വയലൻസ് ആണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ജോസഫിന്റെ വഴിയിൽ ദൈവഹിതം നടപ്പിലാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് വയലൻസ് ആണ്, പക്ഷേ മറ്റൊരു തരത്തിലാണ്. അതിന് ഹണി ട്രാപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഈ വാക്ക് കേൾക്കാത്തവർ അധികമില്ല. നിങ്ങളിപ്പോൾ കസ്റ്റഡിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഇന്ന് ശരി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വെർച്വൽ കസ്റ്റഡി എന്നൊക്കെ പറയും. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡിജിറ്റൽ ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ് ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പൊത്തിഫേറിന്റെ ഭാര്യയാണ്. പൊത്തിഫേറിന്റെ ഭാര്യ കണ്ടുപിടിച്ച ഹണി ട്രാപ്പ് പിന്നെ പ്രാക്ടീസ് ചെയ്തത് ഷിംഷോന്റെ കൂട്ടുകാരി ദലീലയാണ്. MC തോമസ് അച്ഛൻ പേരിക്കും, ഇയാളെ ഇതൊന്നും അല്ലല്ലോ ഞാൻ സെമിനാരി പഠിപ്പിച്ച ഹണി ട്രാപ്പ് എന്നൊരു വാക്ക് പോലും ഞാൻ പഴയ നിയമം പഠിപ്പിച്ചപ്പം. ഇവിടത്തെ ഒരു തടസ്സം ഹണി ട്രാപ്പാണ്. പൊത്തിഫേറിന്റെ ഭാര്യയാണ് ഇവിടുത്തെ വില്ലത്തി. ഒന്നാമത്തെ ഘട്ടത്തിൽ ജോസഫിന്റെ ജീവിതത്തിന് വഴിമുടക്കിയത് സഹോദരങ്ങളുടെ വയലൻസ് ആണെങ്കിൽ, ഇവിടെ പൊത്തിഫേറിന്റെ ഭാര്യയുടെ ഹണി ട്രാപ്പാണ്. രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന കാര്യം ആളുകൾ ഉപയോഗിക്കുന്നത്.
വലിയ സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു വൈകൃതം നിറഞ്ഞ സമ്പ്രദായം ആളുകൾ സ്വീകരിക്കും. 2, പണം അപഹരിക്കാൻ ഹണി ട്രാപ്പ് ഉപയോഗിക്കും. കൂടുതൽ സാധ്യതകൾ അതിന് കാണാം. അത് പ്രാക്ടീസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിംഗ് പൊത്തിഫേറിൻ്റെ വീടാണ്. 39-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, പൊത്തിഫേറിന് ജോസഫിനെ വലിയ വിശ്വാസമായിരുന്നു. 39-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അപ്പോൾ ജോസഫ് ആരാണെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നതിൻ്റെ രഹസ്യം, ജോസഫിൻ്റെ വിജയ രഹസ്യം എന്താണെന്ന് വളരെ കൃത്യമായി പൊത്തിഫേറിന് അറിയാം. അതുകൊണ്ട് ഈ സകലത്തിനും ജോസഫിനെ പൊത്തിഫേർ അധിപതിയാക്കി. കാരണം ദൈവം കൂടെയുള്ള മനുഷ്യനാണ് ജോസഫ്. 39-ാം അധ്യായം 23-ാം വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്തതൊക്കെയും സാധിച്ചുവെന്ന്. അപ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് യഹോവയിൽ വിശ്വസിക്കാത്ത ഈജിപ്ഷ്യൻ അകമ്പടി നായകൻ എന്ന് പറഞ്ഞാൽ ഫറവോന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ചുമതലയുള്ള ആളാണ് പൊത്തിഫേർ. ഈ പൊത്തിഫേറിന്റെ ഭാര്യ ജോസഫിനെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു. ധാരാളം വ്യാഖ്യാനങ്ങൾ ആ ഭാഗവുമായി ബന്ധപ്പെടുത്തി പറയാം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു സെക്ഷുവൽ ഡയമെൻഷൻ മാത്രമാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഗം വിവരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിലെല്ലാം പൊത്തിഫേറിന്റെ ഭാര്യ സംസാരിക്കുന്നത് അധികാരത്തിന്റെ ഭാഷയിലാണ്. കാരണം തൻ്റെ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, തൻ്റെ ഭവനത്തിൽ ജോലി ചെയ്യുന്നയാൾ താൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇവിടെയാണ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ലോയൽറ്റി കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ മംഗളം ദിനപത്രത്തിലെ കോളത്തിൽ എല്ലാ ഞായറാഴ്ചയും എഴുതുന്നൊരു കോളമുണ്ട്. ഈ പ്രാവശ്യം അത് എഴുതിയപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇങ്ങനെയാണ്. അത് അമേരിക്കയിൽ ട്രംപിൻ്റെ ഈ നാഷണൽ കത്തീഡ്രലിൽ വെച്ച് നടന്ന സംഭവത്തിൽ ബിഷപ്പ് മാരിയൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് മാരിയൻ ഇത്രയും ധൈര്യം? ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശക്തനാണ് ഈ പ്രസിഡന്റ്. അങ്ങനെ ഒരു പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ആണെങ്കിലും ഇൻ ദ നെയിം ഓഫ് ദ സെയിം ഗോഡ് ഐ ആസ്ക് ഫോർ മേഴ്സി. കാരണം തലേ ദിവസം പ്രസിഡന്റ് പറഞ്ഞു, ദൈവത്തിന്റെ വലിയ കൃപയാണ് ഞാൻ അനുഭവിക്കുന്നത്. പിറ്റേ ദിവസം ബിഷപ്പ് മാരിയൻ പറയുന്നു, ഇൻ ദ നെയിം ഓഫ് ദ സെയിം ഗോഡ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഈ ജനത്തിനു വേണ്ടി കരുണ ചെയ്യണമെന്ന് യാചിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ദ സെയിം ഗോഡ്. ഈ ധൈര്യം എവിടെ നിന്ന് ഈ ബിഷപ്പിന് കിട്ടി? ബിഷപ്പിനെ വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. തൻ്റെ സ്ഥാനം എന്നത് ആശ്രിത നിയമനമല്ല എന്നുറപ്പുള്ളത് കൊണ്ട്. ആശ്രിത നിയമനമായി സ്ഥാനവും പദവിയും ലഭിക്കുന്നവർക്ക് സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കും. വിളിച്ചത് തമ്പുരാനാണെങ്കിൽ, വിളിച്ചത് ഈ അണ്ടകടാഹത്തെ ഉള്ളംകൈയിൽ വഹിക്കുന്നവനാണെങ്കിൽ, വിളിച്ച ദൈവത്തെ അല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരുത്തനെയും ഭയപ്പെടേണ്ടതില്ല. ഇവിടെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
ഒരേ സമയത്ത് പൊത്തിഫറിന്റെ വീട്ടിലെ ശമ്പളക്കാരനാണ് ജോസഫ്. പക്ഷേ ശമ്പളം തരുന്നവനല്ല ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നെ. അതുകൊണ്ട് പൊത്തിഫറിന്റെ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഭാഷ കടന്നു പിടിക്കുകയാണ്. ഇവിടെ ഇരിക്ക്, എന്നോടുകൂടെ ശയിക്ക്. പൊത്തിഫർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്, കുതറി മാറുകയാണ്. കാരണം താൻ ആരുടെ കയ്യിൽ ഇരിക്കേണ്ട ആളാണെന്ന് ജോസഫിന് നല്ല നിശ്ചയമുണ്ട്. പൊത്തിഫറിന്റെയോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിടിയിലിരിക്കേണ്ടവനല്ല, ഞാൻ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ഇരിക്കുന്നവനാണ്. അങ്ങനെ ആരുടെയെങ്കിലും പിടിയിൽ പെടാതെ കുതറി മാറാനുള്ള നെഞ്ചുറപ്പുണ്ടാകണമെങ്കിൽ വിളിച്ചതാരാണെന്ന് ഉറപ്പു വേണം. ഇതൊരു ചെറിയ കാര്യമല്ല. കുതറി മാറുകയാണ് ജോസഫ്. കുതറി മാറി ഓടുന്ന കൂട്ടത്തിൽ തൻ്റെ നിലയങ്കി അവിടെ ഇട്ടിട്ട് പോയി. ജോസഫിന്റെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങളിലും ഈ നിലയങ്കി ഒരു പ്രധാന റോളാണ്. ആദ്യം നമ്മൾ ഈ നിലയങ്കിയെ കുറിച്ചുള്ള പരാമർശം കാണുന്നത് അപ്പന്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നമ്മൾ ദിവസം കേൾക്കുന്നുണ്ട്. ഇതല്ല, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. അപ്പോൾ ഇവിടെ ജോസഫ് ധരിക്കുന്ന ആ നിലയങ്കി ഒരു സമയത്ത് ഇറ്റ് വാസ് എ സൈൻ ഓഫ് ഡീപ് ലവ്, അഗാധമായ സ്നേഹത്തിന്റെ തെളിവാണ് അപ്പൻ തന്ന നിലയങ്കി. ഇതേ നിലയങ്കി തന്നെ ഇറ്റ് ബിക്കംസ് എ സൈൻ ഓഫ് ഡീപ് ഡിസപ്ഷൻ. എപ്പോഴാണ് സഹോദരങ്ങൾ ഇവനെ പൊട്ടക്കിണറ്റിൽ ഇടുന്നതിന് മുൻപ് നിലയങ്കി ഊരി. അപ്പോൾ ദ സൈൻ ഓഫ് ഡീപ് ലവ് ബിക്കംസ് എ സൈൻ ഓഫ് ഡീപ് ഡിസപ്ഷൻ. മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് പൊത്തിഫറിന്റെ കൊട്ടാരത്തിൽ നിലയങ്കി ഇട്ടിട്ട് പോകുന്നതാണ്. ഇറ്റ് ബിക്കംസ് എ സൈൻ ഓഫ് ഡീപ് ഹേറ്റ് ആൻഡ് ആങ്കർ. ഇവിടെ എനിക്ക് ഏറ്റവും കൗതുകകരമായി അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായി തോന്നുന്ന ഒരു കാര്യം, ജോസഫ് ഈ വീട്ടിൽ വെച്ച് ഒരു പാഠം പഠിക്കുകയാണ്. എന്താണ് ആ പാഠം? താനൊരു സ്വപ്നം കണ്ടവനാണ്, തനിക്കൊരു സ്വപ്നമുണ്ട്, അത് ദൈവം വെളിപ്പെടുത്തിയ സ്വപ്നമാണ്. എന്നാൽ ഫറവോന്റെ പ്രധാന സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കുന്ന പൊത്തിഫറിന് 39 അധ്യായത്തിന്റെ ആദ്യ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫിനെ വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് വീട് ഉൾപ്പെടെ സകലത്തിൻ്റെയും ചുമതലക്കാരനായി ജോസഫിനെ പൊത്തിഫർ നിയമിക്കുന്നത്. തന്നോടുകൂടെ ദൈവമുണ്ടെന്ന് പൊത്തിഫറിന് അറിയാം. അതുകൊണ്ടാണ് താൻ ചെയ്യുന്നതൊക്കെ വിജയിക്കുന്നതെന്നും പൊത്തിഫറിന് അറിയാം. എന്നാൽ ജോസഫിനെ വലിയ വിശ്വാസമുള്ള പൊത്തിഫർ എത്ര പെട്ടെന്നാണ് കാലുമാറുന്നത്. ഇവിടെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, മനുഷ്യന്റെ വിശ്വാസത്തിന് വലിയ ആയുസില്ല. നമ്മൾ പലപ്പോഴും അമിതമായി ആശ്രയിക്കുന്നത് ഇന്നയാൾക്ക് എന്നെ വലിയ വിശ്വാസമാണ്. നിങ്ങളെക്കാൾ അടുപ്പമുള്ള മറ്റൊരാൾ മറ്റൊന്ന് പറഞ്ഞാൽ മാറാനുള്ളതേ ഉള്ളൂ ഈ വിശ്വാസം. അപ്പൊ ഈ പൊത്തിഫറിന്റെ ജീവിതത്തിൽ ജോസഫിനെ വലിയ വിശ്വാസമാണ്. പക്ഷെ എത്ര പെട്ടെന്നാണ് ജോസഫിനെ പൊത്തിഫർ അവിശ്വസിക്കുന്നത്. മനുഷ്യരുടെ നാക്കിൻ്റെ തുമ്പത്താണ് പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം. ഞാനൊരു ഉദാഹരണം പറയാം.
എന്നെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് വിചാരിക്കുക, പിടിച്ചില്ല, ഉദാഹരണമാണ്. ഇനി അതെടുത്തിട്ട് മുറിച്ചേച്ച് മോത്തിയച്ഛനെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടാൽ സജു അച്ഛൻ എന്തോ പറയും? പുള്ളി എൻ്റെ വലിയ ദോസ്താന്നാ പറയുന്നത്. പുള്ളി എന്തോ പറയും? വന്നപ്പോഴേ ഒരു മയക്കം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് എന്താ പറഞ്ഞത്? നീ എൻ്റെ ചങ്കാണ്, എന്തൊരു സ്നേഹമാണ്, ഒരു തേങ്ങയില്ല. വളരെ കുറച്ച് സമയം മതി നിങ്ങളെ ഏറ്റവും അധികം വിശ്വസിക്കുന്ന മനുഷ്യർ നിങ്ങളെ അവിശ്വസിക്കാൻ. പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള വിശ്വാസവും അവിശ്വാസവും അടുപ്പക്കാരും അടുപ്പക്കാരികളും അടുക്കളക്കാരികളും കൊടുക്കുന്ന വാർത്തയെ അനുസരിച്ചാണ്. കാരണം ആരും ഉള്ളറിഞ്ഞവരില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളമറിയാത്ത ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് യാതൊരു വിലയുമില്ലെന്നോർക്കണം. എപ്പോൾ വേണമെങ്കിലും അവർ കാലുമാറും. കാരണം ആ വ്യക്തിയുടെ നമ്മളോടുള്ള വിശ്വാസം അടുപ്പക്കാരുടെ പിന്നാമ്പുറ കഥകളിൽ അടിസ്ഥാനപ്പെട്ട. എത്ര പെട്ടെന്നാണ് ജോസഫിനെ പൊത്തിഫർ അവിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വലിയ ഹണി ട്രാപ്പ്. ജോസഫിനെ ജയിലിലേക്ക് അയക്കുന്നു. ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കാൻ ദൈവമാണ് എന്നെ മിസ്രയീമിലേക്ക് അയച്ചതെന്ന് ജോസഫ് പറയുമ്പോൾ ആ വഴിയിൽ ജോസഫ് നേരിട്ട ഒരു പരീക്ഷയാണ് പൊത്തിഫേറിന്റെ ഭവനത്തിൽ നടന്നത്. ആ ഹണി ട്രാപ്പ് ദൈവഹിതമാണോ അല്ലയോ? അതവിടെ നിൽക്കട്ടെ. ജോസഫിന്റെ ജീവിതത്തിന്റെ അടുത്ത സംഭവം ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. അപ്പോൾ ഈ ഹണി ട്രാപ്പ് ഒക്കെ കഴിഞ്ഞ് ജോസഫ് ഇപ്പോഴും ജയിലിലാണ്. കുറേ നാളായിട്ട് ജയിലിൽ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ 2 സഹോദരന്മാരും കൂടെ ഫറവോൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ ജയിലിലായി. ഒന്ന് പാനപാത്രവാഹകനും അപ്പക്കാരനും, കപ്പ് ബെയറർ ആൻഡ് ബട്ട്ലർ. ഇവരെല്ലാവരും കൂടെ ഒരു നമ്മുടെ ബോച്ചയെ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒരു ഫെലോഷിപ്പായിട്ട് അവരവിടെ ഇങ്ങനെ കഴിയുക. ഇങ്ങനെ കഴിയുന്നതിനിടയ്ക്ക് ഈ 2 സഹോദരന്മാർക്ക് ഒരു സ്വപ്നം ഉണ്ടാകുന്നു. അത് വിശദീകരിക്കേണ്ട 40-ാം അധ്യായത്തിലുള്ളത്. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവരിങ്ങനെ ആകെ കിളി പോയിരിക്കുക. 2 സ്വപ്നം കണ്ട് എന്താണെന്നൊരു പിടിയില്ല. അപ്പൊ ഇവരിങ്ങനെ വിഷണ്ണരായി മ്ലാനവതരായിരിക്കുമ്പോൾ ജോസഫ് ചോദിക്കുന്നു, എന്താ നിങ്ങളിങ്ങനെ വല്ലാതെ നിരാശരായി മൂകരായി ഇരിക്കുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 2 സ്വപ്നം കണ്ടു. ഒരുത്തനോട് പറഞ്ഞു നിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യും. ആരാണ്? പാനപാത്രവാഹകനോട് പറഞ്ഞു രാജാവ് നിനക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു തരും. മറ്റവനോട് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, നീ ഇനി എപ്പോൾ പടമായി എന്ന് ചോദിച്ചാൽ മതി. ജോസഫ് പറഞ്ഞതുപോലെ സംഭവിച്ചു. അപ്പക്കാരൻ പടമായി, ഭിത്തിയേലായി. രാജാവ് അവനെ കൊന്നു. എന്നാൽ പാനപാത്രവാഹകനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നത് ഈ സ്ഥാനം തിരിച്ചു കിട്ടുന്നതിന് മുൻപ് ജോസഫിനെ കാണാൻ വന്നപ്പോൾ ജോസഫ് പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് ഓർത്തോണേ. ഇപ്പം ശരിയാക്കി തരാം. ചെറിയ ഒരു ഇതിൻ്റെ കുഴപ്പം കൂടെ ഉള്ളൂ. വയനാടാവുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ശരിയാക്കി തരാം. അപ്പൊ ജോസഫ് അന്ന് മുതൽ ഇങ്ങനെ കിനാവ് കാണുകയാണ്. ഈ പാനപാത്രവാഹകൻ അങ്ങോട്ട് ചെല്ലുന്നു. പിന്നെ നേരെ ഫറവോനോട് പറയുന്നു, ആരെവിടെയെന്ന് പറയുന്നു. മലപ്പുറം കത്തി, നാടൻ ബോംബ് പെട്ടെന്ന് സാധിക്കും. ആ കിടപ്പ് 2 കൊല്ലം കിടന്നു. അവിടെ പറയുന്നത് പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ forgetfulness ഈസ് ഓൾസോ എ വയലൻസ്. നാം ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് മറന്നുപോയാൽ അത് വയലൻസ് ആണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ചെയ്യാൻ ഒക്കുമെങ്കിൽ ചെയ്യാം എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വന്നല്ല. യേസ് എന്ന് പറഞ്ഞാൽ യേസ് ആയിരിക്കണം. നോക്കാം എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കണം. ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ഒരു വാക്ക് പ്രതീക്ഷിച്ച് പലരും കാത്തിരിപ്പുണ്ടാവും. നിങ്ങളുടെ മറവി ഒരു വയലൻസ് ആണെന്ന് മറന്നു പോകരുത്. Forgetfulness is also a kind of violence. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ജോസഫ്സ് ഫേറ്റ് ഹാങ്സ് ഓൺ കപ്പ് ബെയറേഴ്സ് മെമ്മറി. പാനപാത്രവാഹകന്റെ ഓർമ്മയിലാണ്. ഇതിനു മുൻപ് നമ്മൾ കണ്ടു, പൊത്തിഫേറിന്റെ ഭാര്യയുടെ നാക്കിന്റെ തുമ്പത്തും ഇവിടെ താൻ സഹായിച്ച പാനപാത്രവാഹകന്റെ ഓർമ്മയിലുമാണ് ഈ ജോസഫിന്റെ ഭാവി ഇരുന്നത്. ഈ ഭദ്രാസനത്തിലെ ഒരു അംഗമാണ് പ്രശസ്ത സിനിമാ താരം ജോയ് മാത്യു. നമ്മുടെ സജു അച്ഛൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്. അച്ഛനാണ് എനിക്ക് ജോയ് മാത്യുവിൻ്റെ നമ്പരൊക്കെ തന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പൂനാരങ്ങ. നമ്മൾ ഈ കാണുന്ന പോലൊന്നും അല്ല, വലിയ പിടിയ. അങ്ങ് ഡൽഹിയിലും ഉണ്ടെന്നാ അല്ലേ. അപ്പൊ ഈ പൂനാരങ്ങ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ചില അനുഭവ കുറിപ്പുകളാണ്. അതിലൊരു ഭാഗം അദ്ദേഹം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നു. ബോധി ബുക്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, ആ പ്രസാധന സംരംഭത്തിൻ്റെ പേര്. അപ്പോൾ ആരെങ്കിലും ഒരു നല്ല പുസ്തകം തരണമല്ലോ. അങ്ങനെ ഇരിക്കെ ചെറുകഥാകൃത്തായ അക്ബർ കക്കട്ടിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നതുപോലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരക ശിലകൾ യൂണിവേഴ്സിറ്റിയുടെ പഠന പുസ്തകമാക്കുകയാണ്. ഒന്ന് ചോദിച്ചാൽ ചിലപ്പം അത് പ്രിന്റിങ്ങിന് കിട്ടും. അദ്ദേഹം കക്കട്ടിൽ പറഞ്ഞതനുസരിച്ച് ചെന്നു, പുനത്തിലിനെ കണ്ടു, അഡ്വാൻസ് കൊടുത്തു. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് കുറെ കൂടെ പണം വേണം. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഓൾറെഡി ഈ പുസ്തക പ്രസാധന സംരംഭം നഷ്ടത്തിൽ പോവാം. ഈ കടം എങ്ങനെ വീട്ടുമെന്ന് അറിയുമ്പോഴാണ് പുനത്തിൽ വീണ്ടും പൈസ ചോദിക്കുന്നത്. എന്നാലും ഇതൊരു ബമ്പർ ഓഫർ അല്ലേ, കളയാൻ പറ്റുമോ? പിന്നെയും കുറെ പൈസ കൊണ്ട കൊടുത്തു. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹം 10,000-ലധികം പുസ്തകങ്ങൾ അടിച്ചു. അപ്പോഴാണ് അറിയുന്നത് DC ബുക്സും ഇതേ പുസ്തകം അടിച്ചു. അപ്പോൾ ഈ ജോയ് മാത്യുവിൻ്റെ ബോധി ബുക്സും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും തമ്മിൽ കൃത്യമായ പ്രമാണമൊന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞു, കോഴിക്കോട്ടുകാർക്ക് വാക്കാ വലുതെന്ന്. ആ ഡയലോഗ് ഭയങ്കര രസമാണ്. കോഴിക്കോട്ടുകാർക്ക് വാക്കാണ് വലുത്. അതുകൊണ്ട് എഗ്രിമെൻ്റ് ഒന്നുമില്ല. പക്ഷേ DC ബുക്സുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവർ പുസ്തകം ഇറക്കി. ഇതിനിടയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കത്ത് വന്നു, നിങ്ങളുടെ പുസ്തകത്തെക്കാൾ വില കുറവാണ് DC ബുക്സ്, അതുകൊണ്ട് നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് DC ബുക്സ്. എന്തോ ഈ കടത്തിൻ്റെ മേൽ കടമാകെ കുഴഞ്ഞു. പുന്നത്തിലിനെ ചെന്ന് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ എന്തോ ചെയ്തു പോയി, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിന്റെ നഷ്ടം മുഴുവൻ ഞാൻ നികത്താം. പനമരത്തിനടുത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് വിൽക്കുമ്പോൾ ഞാൻ തരാം. അവസാനം മരിക്കാറായപ്പോഴാണ് അറിയുന്നത്, പനമരം എന്ന് പറയുന്ന ഒരു സ്ഥലമല്ലാതെ പനമരത്തിനടുത്ത് പുനത്തിലിന് സ്ഥലമില്ല. അപ്പോൾ ആ സംഭവത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് എന്താ വലുത്? വാക്കാണ് വലുത്. ഈ വാക്കും പ്രതീക്ഷിച്ച് ജോയ് മാത്യു ഇരുന്നിരുന്ന് അവസാനം പൈസയും പോയി, പുനത്തിൽ മരിക്കുകയും ചെയ്തു. പനമരം ഉണ്ടെന്നല്ലാതെ അതിനടുത്തൊരു തേങ്ങയും. ഇത്രയും കാലം ഈ മനുഷ്യൻ ജീവിച്ചത് പുനത്തിൽ പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ്. പ്രിയമുള്ളവരെ, ചില മനുഷ്യർ
നമ്മുടെ ഒരു വാക്ക് വിശ്വസിച്ചായിരിക്കും അവർ കാത്തിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു പള്ളിയിലെ ഒരാൾ എന്നെ വന്ന് പറഞ്ഞു, അച്ഛാ 2 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ വേണം. അതിൻ്റെ പശ്ചാത്തലമൊന്നും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സഭാവിരുദ്ധമാകുന്നതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആ കൊച്ചിനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ കയ്യിൽ പൈസയില്ല, പക്ഷേ തിങ്കളാഴ്ച രാവിലെ നീ വരുമ്പോൾ ഞാൻ ചത്തില്ലെങ്കിൽ നിനക്ക് ആ കാശ് തരും. അവൾ തിരിച്ചുപോയി. വലിയ സങ്കടത്തോടും പ്രതീക്ഷയോടും ഒക്കെ തിങ്കളാഴ്ച രാവിലെ എന്നെ കാണാൻ വന്നപ്പോൾ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ 2-3 ചെക്കുകൾ മൊത്തം 5 ലക്ഷം രൂപയ്ക്കുള്ളത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ചത്തില്ലെങ്കിൽ നിനക്ക് ഈ പൈസ തിങ്കളാഴ്ച രാവിലെ എത്തിക്കും. ഞാൻ ഏതാണ്ട് പൊണ്ണക്കാര്യം ചെയ്തു എന്ന് പറയാനല്ല വന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കേൽ തൂങ്ങി എത്ര മനുഷ്യരാണ് കാത്തിരിക്കുന്നത്. വാക്കിന് നെറിയില്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത്. പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം. ഇവിടെ ജോസഫ്സ് ഫ്യൂച്ചർ, ജോസഫ്സ് ഫെയ്ത്ത് ഹാങ്സ് ഓൺ ദ കപ്പ് ബെയറേഴ്സ് മെമ്മറി. മറന്നുപോയി. മറവി ഒരു വയലൻസ് ആണ്. പ്രത്യേകിച്ച് ചില മനുഷ്യർക്ക് പ്രതീക്ഷ കൊടുക്കുന്നതാണെങ്കിൽ അത് ചെയ്യാതെ ഇരുന്നാൽ അത് വയലൻസ് ആണ്. അപ്പോൾ 3 പ്രതിസന്ധികളാണ് ജോസഫിൻ്റെ നിയോഗ വഴിയിൽ. 1 സഹോദരന്മാരുടെ വയലൻസ്, 2 ഹണി ട്രാപ്പ്, 3 ഫോർഗെറ്റ്ഫുൾനെസ്, മറവി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, ജയിലിലായിട്ടും, സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചിട്ടും, ഹണി ട്രാപ്പിൽ പെട്ട് തടവറയിലായിട്ടും, സഹായിക്കുമെന്ന് പ്രതീക്ഷയുള്ളവർ മറന്നിട്ടും ജോസഫ് ഉറപ്പിച്ചു പറയുകയാണ്, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. ദൈവഹിതം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ആ വാചകം ശ്രദ്ധിക്കണം, ദൈവഹിതം എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ആരെല്ലാം ചതിച്ചാലും, ആരെല്ലാം കെണിയിൽപ്പെടുത്തിയാലും, ആരെല്ലാം കാലുവാരിയാലും, ആരെല്ലാം തടവറയിലാക്കിയാലും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് അവൻ നടത്തിയിരിക്കും. അതുകൊണ്ട് ദൈവഹിതം എന്നത് അതിൻ്റെ ലളിതമായ അർത്ഥം എൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കാനുള്ള ഒരു തന്ത്രമല്ല, മറിച്ച് എല്ലാവരും കൈവിടുമ്പോൾ, വാക്കു പറഞ്ഞവർ മറന്നുപോകുമ്പോൾ, അധികാരികൾ അവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ കെണിയിൽ പെടാതെ ഇരിക്കുമ്പോൾ, കൂടപ്പിറപ്പുകൾ തൂക്കി വിൽക്കുമ്പോൾ ഒറ്റ പിടിവള്ളിയേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? ദൈവത്തിനൊരു ഹിതമുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണക്കാരൻ്റെ പിടിവള്ളിയാകുമ്പോൾ ഇത് 2 പേർക്ക് ഒരേ സമയത്ത് പിടിവള്ളിയാണ്. അധികാരികൾക്ക് അവരുടെ മര്യാദകേടുകളെയും നെറികേടുകളെയും ന്യായീകരിക്കാനുള്ള ആയുധമാകുമ്പോൾ, സാധാരണക്കാരന് ദൈവഹിതം എന്ന് പറയുന്നത് അവസാനത്തെ പിടിവള്ളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവഹിതത്തിന് 2 തലങ്ങളുണ്ട്. ചില ആളുകൾക്ക് അത് അവസാനത്തെ പിടിവള്ളിയ. ഇതല്ലാതെ, ഇത് വിശ്വസിക്കുകയല്ലാതെ, ഇതിൽ പിടിക്കുകയല്ലാതെ മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ ഇതേ ദൈവഹിതത്തെ വെപ്പണൈസ് ചെയ്യുന്നവരാണ് അധികാരികൾ. അവർക്ക് ഇതൊരു ആയുധമാകുമ്പോൾ, അധികാരവർഗത്തിന് ദൈവഹിതം ആയുധമാകുമ്പോൾ,
അശരണർക്കും നിരാലംബർക്കും അതൊരാശ്രയമാണ്. ജോസഫ് ആരുണ്ട് കൂടെ? സ്വന്തം നാട്ടിൽ നിന്ന് അന്യനാട്ടിൽ കൂടപ്പറപ്പുകൾ തൂക്കിവിറ്റവനാണ്. സഹോദരങ്ങളും കൂടപ്പറപ്പുകളും തൂക്കിവിക്കുകയും ചതിക്കുകയും ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന മനോവേദന, അത് പ്രാണവേദനയോളം ഉള്ളു പിടയ്ക്കുന്ന വേദനയാണ്. എത്ര പേർ ചതിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്ക്. നമ്മൾ അവരെ വാഴുമെന്നോ അവരെക്കാൾ ഉയരുമെന്നോ എന്ന് കരുതി കുണ്ടളപ്പാലയ്ക്ക് വന്നതുപോലെ ഒരിക്കലും ചേരാത്തവർ ചേർന്ന്, ഈ സഹോദരങ്ങൾ ചേർന്ന് ജോസഫിനെ തീർക്കാൻ ശ്രമിക്കുകയാണ്. എവിടാ പിടിക്കുന്നേ? തൂക്കിവിറ്റു. മിസ്രൈമിൽ ചെന്നപ്പോൾ അവിടെയും ഈ പ്രശ്നം. ജയിലിൽ കിടക്കുമ്പോൾ ആരുണ്ട് കൂട്ട്? ഒരുത്തനെ സഹായിച്ചു, അവൻ കൂടെ നിൽക്കുമെന്ന് കരുതി അവൻ വാക്ക് പറഞ്ഞു, മറന്നുപോയി. നിസ്സഹായരുടെ പിടിവള്ളിയാണ് ദൈവഹിതം. ഒന്നും ആശ്രയിക്കാനില്ലാത്തവന്, ഒന്നിലും പിടിക്കാനില്ലാത്തവന് പിടിക്കാനുള്ള ഏക പിടിവള്ളിയാണ് ദൈവഹിതം. ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, അതിനൊരു സാങ്കേതിക പദം ഉപയോഗിച്ചാൽ പ്രിസ്ക്രിപ്റ്റീവ് വിൽ എന്ന് പറയാം. ഇത് പിന്നീട് കേൾക്കുന്നവരും ഏതെങ്കിലും തരത്തിലൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് പിന്നീട് ഇത് വായിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് വിൽ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിലൂടെ ഞാൻ സകല ജനതകളെയും അനുഗ്രഹിക്കും. അപ്പോൾ ഓരോ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് കേവലം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതിയല്ല, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിലാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആ വാചകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയെ കേവലം വ്യക്തിപരമായി മാത്രം കാണരുത്. ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള പദ്ധതിക്ക് ഉള്ളിലാണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. അതൊരു എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. കാണണം, കേൾക്കണം, അല്ലെങ്കിൽ തൊടണം, ഇതൊക്കെ നമ്മുടെ ഓരോ അവയവങ്ങൾ ചെയ്യുന്നതാണ്. ഈ അവയവങ്ങൾക്ക് പ്രത്യേകം ധർമ്മമുണ്ടെങ്കിലും എല്ലാ ധർമ്മവും ശരീരമെന്ന് പറയുന്ന ഒന്നിനോട് ചേർന്ന് വേണം മനസ്സിലാക്കാൻ. ദൈവഹിതം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളത്, അത് തടസ്സപ്പെടുത്താൻ, അത് തടയാൻ പോന്ന ഒരുത്തനും ഇതുവരെ ജനിച്ചിട്ടില്ല. ദൈവഹിതമുണ്ടോ? ദൈവഹിതമുണ്ട്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അത് സാധാരണക്കാരനു പിടിവള്ളിയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവൻ, പണമില്ല, സ്വാധീനമില്ല, ഒന്നുമില്ലാത്തവർക്ക് ഒരു പിടിവള്ളിയാണ് ദൈവഹിതം, ആശ്രയമാണ് ദൈവഹിതം. എന്നാൽ അധികാരിക്ക് ദൈവഹിതം ഒരായുധമാണ്. രണ്ടാമത് പറഞ്ഞു, ദൈവഹിതത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതം ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തകർക്കാൻ സഹോദരങ്ങൾക്കോ പൊത്തിഫേറിനോ ആർക്കും കഴിയാതിരുന്നതിൻ്റെ കാരണം? അവൻ്റെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നം മറിക്കാൻ, അത് അട്ടിമറിക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. പക്ഷേ എന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതം
ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. ദൈവഹിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കുമ്പോൾ എനിക്ക് ഏലിയാവിൻ്റെ സംഭവമാണ് ഓർമ്മ വരുന്നത്. ഏലിയാവിനെ കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. അത് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയെയും ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങൾക്കും വിരുദ്ധമായി ആഹാബ് പ്രവർത്തിക്കുമ്പോൾ ഏലിയാവ് ആഹാബിനോട് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്. ആഹാബിൻ്റെ അപ്രീതി സമ്പാദിച്ച ഏലിയാവ് അവിടെ നിന്ന് പ്രാണഭയത്താൽ രക്ഷപ്പെട്ട് കെരീത്ത് തോടിനരികെ വിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്നു, പ്രിസ്ക്രിപ്റ്റീവ് വിൽ. അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. എന്നാൽ അത്തരം പദ്ധതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആഹാബിനെ പോലെയുള്ളവർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊന്നുണ്ട്, അത് പ്രോവിഡൻഷ്യൽ വില്ലാണ്. അത് ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ആഹാബ് അടുക്കള അടച്ചതുകൊണ്ട് ഏലിയാവ് പട്ടിണിയൊന്നും കിടക്കില്ല കേട്ടോ. പല ആഹാബുമാർക്കും ഒരു വിചാരമുണ്ട്, അവരടുക്കള അടച്ചാൽ ഏലിയാവ് പട്ടിണി കിടക്കും. ആഹാബിനെ കണ്ടിട്ടല്ല ഏലിയാവിനെ ഉടയവൻ ഈ ലോകത്തിലേക്ക് അയച്ചത്. ദൈവത്തിന് നിന്ന് സ്തോത്രം പറയണ്ടാന്ന് എനിക്ക് നിർബന്ധവുമില്ല, കാരണം ഇതൊന്നും പറയാൻ തോന്നത്തില്ല. അമ്മായിയമ്മയുടെ തലേ തേങ്ങ വീഴുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു 10 സ്തോത്രം ഇപ്പോൾ ഇവിടെ വന്നേനെ. ഒരാളുടെയും അടുക്കള കണ്ടിട്ടല്ല പടച്ചോൻ ഉടയതമ്പുരാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചത്. ആരടുക്കള അടച്ചാലും ഏലിയാവ് പട്ടിണി കിടന്ന് ചാകുന്ന പ്രശ്നമില്ല. കാരണം ആഹാബിനെ കണ്ടിട്ടല്ല ഏലിയാവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. ഏലിയാവ് പറഞ്ഞത് സ്വന്തം സ്വപ്നമല്ല, ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ഏലിയാവ് കെരീത്തിന്റെ അവിടെ കിടക്കുമ്പോൾ ഫുഡ് എവിടുന്ന് വരും? ആര് അടുക്കള അടച്ചു? ആഹാബ് അടച്ചു. ഇനി എന്തു ചെയ്യും? അപ്പോഴാണ് ദൈവം തമ്പുരാൻ സൊമാറ്റോ തുടങ്ങിയത്. മനസ്സിലായോ? ഇപ്പോഴുള്ള പല സ്റ്റാർട്ടപ്പുകാരുടെയും വിചാരം അവരാണ് ഈ സൊമാറ്റോ കണ്ടുപിടിച്ചത്. ഫുഡ് ഡോർ ഡെലിവറി അല്ല, കാക്കയാണ് കണ്ടുപിടിച്ചത്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കാക്ക അപ്പം കിട്ടിയാൽ അത് സ്വന്തമായി വിഴുങ്ങാം എന്നല്ലാതെ എവിടോ ഒരു പാവപ്പെട്ടവൻ ഇരിക്കുന്നു എന്ന് കരുതി പോയിട്ടുണ്ടോ? കാരണം ഇതിൻ്റെ ഓർഡർ എവിടുന്ന് കിട്ടിയിരിക്കുന്ന ഓർഡറാണ്. അപ്പവും പിന്നെ എന്തുവാ, പൊറോട്ടയോ ബീഫോ വല്ലതും ആയിരിക്കും. ഏതായാലും ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൊമാറ്റോക്കാർക്ക് എന്താണ്? ഡോർ ഡെലിവറി. ആരാ ഇപ്പോൾ സൊമാറ്റോ കണ്ടുപിടിച്ച്? ഇതൊന്നും എന്നോട് ചോദിക്കും, ഇതൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആഹാബ് അടുക്കള അടച്ചാലും കാക്ക ചാകാത്തിടത്തോളം നീ ചാകില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആഹാബ് പണിമുടക്കി എന്നതുകൊണ്ടോ ആരെങ്കിലും നിങ്ങൾക്കുള്ള അന്നം മുടക്കി എന്നതുകൊണ്ടോ സഹോദരങ്ങൾ തൂക്കിവിറ്റതുകൊണ്ടോ ഹണി ട്രാപ്പിൽ പെടുത്തി എന്നതുകൊണ്ടോ ദൈവം മനുഷ്യൻ അടയ്ക്കുന്ന വഴികൾ, മുടക്കുന്ന വഴികൾ ദൈവം പുതിയ വഴി തുറക്കും. ഈ GPS-ന്റെ പ്രത്യേകത അതാ. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടോ അല്ലാതെയോ ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ചില കുസൃതി പിള്ളേർ നമ്മൾ പോകുന്ന വഴിക്കെടുത്ത് റോഡ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് വല്ലതും വെക്കും. അപ്പോൾ നമ്മുടെ ചേച്ചി എന്താ പറയും? റീറൂട്ടിങ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഏതവൻ എവിടെ ഉടക്ക് വെച്ചാലും ദൈവം റീറൂട്ട് ചെയ്യും. ഗൂഗിളിന് റീറൂട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ അണ്ടകടാഹത്തെ നിർമ്മിച്ച ദൈവത്തിന് വേറെ റൂട്ടൊക്കെ പറഞ്ഞു തരാൻ അറിയാം കേട്ടോ.
ആഹാബ് അടുക്കള അടച്ചാലൊന്നും നീയും ഞാനും പട്ടിണി കിടക്കില്ല, കാക്കയുള്ളിടത്തോളം കാലം, സാറേഫാത്തിൽ ഒരു വിധവയെങ്കിലും ബാക്കിയുള്ളിടത്തോളം കാലം ഒരാഹാബിനും നിന്റെ അന്നം മുട്ടിക്കാനാവില്ല. ഇതിനാണ് പ്രോവിഡൻഷ്യൽ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വാതുക്കൽ ഒരിക്കലും ഉരുട്ടി മാറ്റരുതെന്നും ഒരു കാലത്തും നമ്മൾ രക്ഷപ്പെടരുതെന്നും കരുതി പലരും പല കല്ലും ഉരുട്ടി വയ്ക്കും. എൻ്റെ തമ്പുരാൻ ഉരുട്ടി മാറ്റാൻ പറ്റാത്ത ഒരു കല്ലും ഒരുത്തനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദൈവം നിങ്ങൾക്കും എനിക്കും ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് കിട്ടിയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഷേപ്പിലോ ആകണമെന്നില്ല. There is delay but not denial. ഹിന്ദിയിൽ ഒരു പറച്ചിലുണ്ട്, ഭഗവാൻ കെ ഘർ മേ ദേർ ഹേ അന്തേർ നഹി. കറക്റ്റ് ആണോ? സജു അച്ഛൻ കറക്റ്റാന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. There is delay but not denial. റോമാക്കാരും സൈനികരും യേശുവിന്റെ കല്ലറയ്ക്കൽ കല്ലുരുട്ടി വെച്ചു, ഇവൻ ഒരു കാലത്തും പുറത്തു വരരുത്. എൻ്റെ ചേട്ടാ, ഈ കല്ല് എനിക്കുരുട്ടി മാറ്റാൻ പാടായിരിക്കും, പക്ഷെ എന്നെ ഇങ്ങോട്ട് വിട്ടൊരുത്തനുണ്ടല്ലോ, അവൻ ഉരുട്ടി മാറ്റാൻ പറ്റാത്ത ഒരു കല്ലുമില്ല ചേട്ടാ. ഇതാണ് ദൈവം അയച്ചു എന്ന് പറയുന്നവന്റെ നെഞ്ചുറപ്പാണിത്. ഇത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല, സെമിനാരി കിട്ടത്തില്ല. ദൈവം അയച്ചെന്നുറപ്പുണ്ടെങ്കിൽ ഏതാഹാബ് അടുക്കള മുടക്കിയാലും ഒരിക്കലും പുറത്തു വരരുതെന്ന് കരുതി ഏത് വലിയ കല്ലുരുട്ടി വെച്ചാലും എന്നെ കൊണ്ട് ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരുത്തിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ജോസഫ് പറഞ്ഞത് ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എൻ്റെ നാട്ടുകാരിൽ ചിലരിവിടെ ഉണ്ട്, അവർ ശരിയല്ല. എന്നാൽ ഈ കഥ തിരിച്ച് എന്ന് പറയാൻ എൻ്റെ അമ്മ ജീവനോട് ഇരിപ്പില്ല എന്നതുകൊണ്ട് ഈ കഥ പറയാം. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ പുട്ട. ഇപ്പം പുട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. പള്ളിയിലൊക്കെ ചിലപ്പം പ്രസംഗിക്കുമ്പോൾ ഇച്ചിരി ആവേശം കൂടിപ്പോയാൽ ചോദിക്കും, പിള്ളേർ ചോദിക്കും, ഇന്ന് പുട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ പറയത്തില്ലേ? ഇത് ആ നോട്ടിനകത്ത് എഴുതി വെക്കണ്ട പുട്ടിൻ്റെ കാര്യം കേട്ടോ. അപ്പം രാവിലെ പുട്ടുണ്ടാകുമോ എന്നും ഈ പുട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോവും. വൈകിട്ട് വരുമ്പോൾ ഇതേ പുട്ട്, റിമെമ്പർ ദ സെയിം പുട്ട്, ഒന്നീ ഉപ്പുമാവിൻ്റെ രൂപത്തിൽ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് വേറെ രൂപത്തിൽ വരും. അല്ലെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര അടുപ്പത്തോട്ട് ഇട്ടിട്ട്, ഇത് ഇവിടുത്തെ അമ്മമാർക്കുള്ള ഒരു ഷോർട്ട് കട്ടും കൂടാണ്, അതിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്ക് ഇത് ചൂടത്ത് ഇതൊന്ന് നമ്മൾ ഈ കാരമലൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ഇതങ്ങ് വരും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കും. ഈ സംഭവം എന്തുവാ? രാവിലത്തെ പുട്ടാണ്. ഇപ്പം വന്നേക്കുന്നതോ? കാരണം ഇത് എൻ്റെ അമ്മ എനിക്കുണ്ടാക്കിയ പുട്ടാണ്. തമ്പുരാൻ നിനക്കൊരനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുട്ടായിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉടക്കൊക്കെ പറഞ്ഞാലും പുട്ടിൻ്റെ രൂപത്തിലല്ലെങ്കിലും ഇത് നിനക്ക് തന്നെ ഉള്ളതാണ്. ഓ, എന്തൊരു ഉദാഹരണം അല്ലേ! എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഉദാഹരണം അത്. ഞാൻ എന്തിനാ പറയും? ജോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പക്ഷേ ഓരോരോ റോഡ് ബ്ലോക്ക് വരുന്നത് കൊണ്ട് ദൈവത്തിന് റീറൂട്ട് ചെയ്യേണ്ടി വന്നു. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, there might be delay in your life, but that doesn't mean you are denied of what God has reserved for you. ഇത്രയും പറഞ്ഞാൽ ഇവിടെ കൊണ്ട് തീരേണ്ടതാണ്. പക്ഷേ ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ട്. ഇതുവരെ ഈ ജോസഫിനെ കുറിച്ച് പറഞ്ഞ, ഇന്നലെ എനിക്ക് ദൈവഗതത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും
സുമനസ്സുകൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത് ഇച്ചിരി മാറിക്കാണും. എന്നാൽ ഇവിടം കൊണ്ട് എനിക്ക് നിർത്തിപ്പോകാം. പക്ഷേ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയണം, അതൊരു ആൻറ്റി ക്ലൈമാക്സ് ആണ്. നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എൻഡിങ് ആണ് ഇഷ്ടം, പക്ഷേ നിർഭാഗ്യവശാൽ അതുകൂടെ പറയാതെ ഇരുന്നാൽ ദൈവഹിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനം പൂർണ്ണമാവില്ല. എന്താണ് ജോസഫിൻ്റെ വിജയ കഥയുടെ സഹോദരന്മാരും ഹണി ട്രാപ്പുകാരും എല്ലാവരും തടസ്സം നിന്നിട്ടും ആരെല്ലാം എതിരു നിന്നിട്ടും ദൈവം ജോസഫിനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിച്ചു. അപ്പോൾ ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. എന്നാൽ ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്, ഇതിനൊരു മറുപുറമുണ്ട്. ഇന്ന് തിരുമേനി നമ്മുടെ രാവിലത്തെ റിന്യൂവൽ കോൺഫറൻസിൽ പറഞ്ഞതുപോലെ നാം അറിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ മറുപുറം അന്വേഷിക്കലാണ് ആത്മീയത. അങ്ങനെയാണെങ്കിൽ ജോസഫ് മിസ്രയേമിൻ്റെ അധിപതിയായതാണ് സക്സസ് സ്റ്റോറി. ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് കൂടെ ഉണ്ട്. എന്താണ് ഈ വിജയകഥയുടെ മറുപുറം? 45-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബും മറ്റ് സഹോദരങ്ങളും എല്ലാം വന്ന് മിസ്രയേമിൽ താമസം ആരംഭിക്കുകയാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഗോശൻ എന്ന ദേശമാണ്. ഓർക്കേണ്ട കാര്യം, അത് 430 കൊല്ലം നീണ്ടു നിന്ന അടിമത്തത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഒരു വശത്ത് ദൈവമാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് എന്ന് ജോസഫ് പറയുകയും അത് ശരിയായിരിക്കുകയും അതൊരു വിജയകഥയായിരിക്കുമ്പോഴും കാണാതെ പോകാൻ പാടില്ലാത്ത ഒരു ഫ്ലിപ്പ് സൈഡ് ഈ വിജയകഥയ്ക്കുണ്ട്. ജോസഫ് മിസ്രയേമിൽ പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ലേ ഇവർ 430 കൊല്ലം അടിമകളായി കഴിയേണ്ടി വന്നത്. ഇത് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു പക്ഷേ അതിനെ അതിജീവിച്ചു എന്ന് വരാം. പക്ഷേ നിങ്ങൾ തകർക്കുന്നത് ദൈവത്തിൻ്റെ വിശാലമായ പദ്ധതികളാണ്. ഒരു ജനം, ഒരു കുടുംബത്തിലെ, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലെ കുറെ സഹോദരന്മാരുടെ ചതിക്കഥയുടെ പര്യവസാനമെന്ന് പറയുന്നത് 430 കൊല്ലം അടിമയായി. അപ്പോൾ ചില വിജയകഥകൾക്കൊരു മറുപുറമുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? യഹൂദന്മാരും അറബ് വംശജരും തമ്മിൽ നേരിടുന്ന പ്രശ്നമാണ്. ഓരോരൊറ്റയാളുടെ അതിബുദ്ധിയും കുരുട്ടുബുദ്ധിയുമാണ് ഇന്ന് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും നേരിടുന്ന വലിയ വിപത്തിൻ്റെ. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ ഇച്ചിരി മിടുക്കന്മാരാന്ന്. അബ്രഹാമും സാറാച്ചേടത്തെയും കൂടെ അങ്ങ് ഒത്തു, എടവ മിഷന്റെ സെക്രട്ടറിയും സേവ്യാ സംഘത്തിന്റെ സെക്രട്ടറിയും കൂടെ അങ്ങ് ഒത്തിട്ട് ഇസ്മായിലിനെ മരുഭൂമിയിൽ വിട്ടു. തീർന്നു എന്നാ വിചാരിച്ചത്. ഒരുത്തനെ തീർക്കാൻ നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ തകർക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെയാണ്, കേവലം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതികളല്ല. ഇന്ന് അറബ് വംശജരും ഇസ്രയേലരും തമ്മിൽ എത്ര കാലമായി പോരാട്ടം തുടരുന്നു. അബ്രഹാം എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്റെ അതിബുദ്ധിയാണ് ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാൻ അതിബുദ്ധിയും കുരുട്ടുബുദ്ധിയും കാണിക്കരുത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെ തകർക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിൽ വിജയിച്ചെന്ന് വരാം, ചിലപ്പോൾ ആ മനുഷ്യൻ നിങ്ങളുടെ ശ്രമത്തെ അതിജീവിച്ചുവെന്നും വരാം. പക്ഷേ തകരുന്നത് ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള വലിയ പദ്ധതികളാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവഹിതം എന്ന ചിരപരിചിതമായ സർവ്വസാധാരണമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി ചിന്തിച്ചത്. സഹോദരന്മാർ സഹോദരനോട് ചെയ്യുന്ന വയലൻസ്. തൂക്കി വിൽക്കുകയാണ് സഹോദരനെ. മിസ്രൈമിൽ ചെന്നപ്പോൾ മറ്റൊരു പ്രശ്നം, അത് ഹണി ട്രാപ്പിന്റെ രൂപത്തിൽ. ജയിലിൽ കിടന്നപ്പോൾ
തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മറവിയുടെ രൂപത്തിൽ വയലൻസ് കണ്ടിന്യൂസ്. There is no end to endless deceptions. എന്നാൽ എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും അറുതി വരുന്ന ഒരു ദിവസമുണ്ട്. ദൈവം ജോസഫിനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ജയിലിൽ കിടക്കുന്നവന്റെ ശുപാർശ കൊണ്ടെങ്ങാനും ജോസഫ് ഉയർന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? ആരുടെയും ശുപാർശ കൊണ്ട്, ആരുടെയെങ്കിലും ഓർമ്മശക്തിയിൽ ആശ്രയിച്ച് എവിടെയെങ്കിലും എത്താം എന്ന് നിങ്ങൾ കരുതരുത്. എവിടെ ദൈവമാക്കിയാലും നെഞ്ചുറപ്പോടെ നിൽക്കണമെങ്കിൽ ഒരുത്തൻ്റെയും ശുപാർശയിൽ ദൈവം എനിക്ക് തരുന്ന സ്ഥാനം, ഇടവകയിലും ഭദ്രാസനത്തിലും ഇത് ആശ്രിത നിയമനമാകരുത്. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുന്നത് വിശാലമായ അർത്ഥത്തിലാണ്. ആശ്രിത നിയമനങ്ങളിലൂടെ വരുന്നവൻ എന്നും ആശ്രിതനായിരിക്കും. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയുകയാണ്, ആശ്രിത നിയമനം. അത് ഏത് രൂപത്തിൽ വന്നാലും അവനെന്നും ആശ്രിതനായിരിക്കും. ദൈവം ഉയർത്തുമ്പോൾ മതി എന്ന് വയ്ക്കുക. ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലെന്നങ്ങ് തീരുമാനിക്കുക. എന്നാലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആര് തടസ്സം നിന്നാലും അത് നടത്തിയിരിക്കും. എന്നാൽ ദൈവത്തിന് ഇഷ്ടമല്ല എന്നറിയാമെങ്കിൽ എന്തിനാണ് കുസൃതികൾ, എന്തിനാണ് പിന്നാമ്പുറ വഴികൾ സ്വീകരിക്കുന്നത്? ജോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. അത് തകർക്കാൻ സഹോദരന് കഴിഞ്ഞില്ല, അത് തകർക്കാൻ ഹണി ട്രാപ്പുകാർക്ക് കഴിഞ്ഞില്ല, അത് തകർക്കാൻ സഹ തടവുകാർക്ക് കഴിഞ്ഞില്ല. കാരണം ജോസഫ് കണ്ട സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമാണ്. നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്വപ്നമാണെങ്കിൽ, നമ്മൾ കാണുന്നത് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ നീതിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ചേർന്നതാണെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞ മുന്നറിയിപ്പും നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇത്തരം ചില അട്ടിമറികൾക്ക് ഒരു മറുപുറമുണ്ട്, ഒരു ഫ്ലിപ്പ് സൈഡുണ്ട്. അതെന്താണ്? ഒരു വ്യക്തിയെ തകർക്കാം, ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാം, പക്ഷേ നശിക്കുന്നത് ഒരു വലിയ സമൂഹമായിരിക്കും. സഹോദരന്മാരുടെ കുരുട്ടുബുദ്ധിയുടെ ഫലമായി 430 കൊല്ലം മിസ്രയീമിൽ അടിമകളായി കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ഒരു പക്ഷേ അതിനെ അതിജീവിച്ചു എന്ന് വരാം. എന്നാൽ നമ്മൾ തകർക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് ഒന്നും ആശ്രയിക്കാനില്ലാത്തവന്, ഒന്നും പിടിക്കാനില്ലാത്തവന്, ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യമാണ് എന്ത്? ദൈവഹിതം എന്ന പിടിവള്ളി. ആര് മറക്കട്ടെ, ആര് ചതിക്കട്ടെ, ആര് കാലുവാരട്ടെ, ഈ ഒരൊറ്റ പിടിവള്ളിയിൽ പിടിച്ച് നിങ്ങൾക്ക് മറുകരയെത്താം. എന്താണ് ആ പിടിവള്ളി? ദൈവത്തിൻ്റെ